യുവ സ്വയം സഹായ സംഘത്തിന്റെയും ഇടപ്പള്ളി ഐ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കണ്ണൻ പ്രമോദ് സ്വാഗതവും ബിജു ചീരങ്ങാട് നന്ദിയും രേഖപ്പെടുത്തിയ ക്യാമ്പ് ഉദ്ഘാടനം വാർഡ് മെമ്പർ രാധിക സതീഷ് നിർവഹിച്ചു. പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ യാത്രാ താമസം ഭക്ഷണം ഫ്രീയാണ്. പിറ്റേ ദിവസം സർവേ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കുന്നതാണ്. ഇനിയും നമുക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താതെ വേറെ തിമിരം കൂടി എന്തെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ബാക്കിയുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരോ ആരും ഉത്തരവാദിത്വമല്ല, നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ഒരിക്കൽ കൂടി നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നമസ്കാരം. എൻ്റെ പേര് എച്ച് ഒ ജോസഫ് എന്നാണ്. ഞാൻ ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ മാനേജറാണ്. നമുക്ക് ഈ മെഡിക്കൽ ക്യാമ്പിൽ നമുക്ക് തിമിരം കൂടുതലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ സ്ക്രീനിങ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് തിമിരം ഉള്ള ആൾക്കാരെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയും അവിടെ തിമിരം ഡീറ്റെയിലായിട്ട് ചെക്കപ്പ് ചെയ്യുന്നതിന് ശേഷം തിമിരമുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മളവിടെ വന്ന് താമസിക്കുകയും പിറ്റേ ദിവസം സർജറി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ കീഹോൾ സർജറിയാണ് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ ഇല്ലാത്ത, സ്റ്റിച്ച് ഇല്ലാത്ത, ചോര വരാത്ത കീഹോൾ സർജറിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ യുവ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കൂട്ടായ്മ ഈ വാർഡിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 5 വർഷത്തോളമായി. നമ്മുടെ ഉദ്ദേശമെന്ന് പറയുന്നത് വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നേത്ര പരിശോധന ക്യാമ്പ് നടത്തിക്കൊണ്ട് അവരുടെ സഹായത്താൽ ആവുന്ന വിധത്തിലുള്ള കണ്ണട വിതരണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണട വിതരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സിഡിയോടുകൂടി വിതരണം ചെയ്യുക എന്നതും ഓപ്പറേഷൻ വേണ്ട ആളുകൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നതുമാണ് ഇവരുദ്ദേശിക്കുന്നത്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് നമുക്കറിയാം, നമുക്ക് കണ്ണ് ഉണ്ടായാൽ പോരാ കാണണമെന്ന് പറയുകയും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് കണ്ണ് തന്നെയാണ്. എത്രയോ ജനങ്ങൾ കണ്ണില്ലാതെയും മറ്റു അന്ധകാരത്തിലൂടെയും നടക്കുന്നവരുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് കണ്ണുള്ളവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. കണ്ണില്ലാത്തവർക്ക് അത് ഒരു പരിധിവരെ അവരുടെ ഇതിനനുസരിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി കാഴ്ചശക്തി ഇല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആകുന്ന ഒരു സഹായം ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് ഇവർക്ക് യുവ കൂട്ടായ്മയുടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് യുവ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടപ്പള്ളി ഐ ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളെ സംബന്ധിക്കുന്ന ആ ഒരു തീവ്രമായ പ്രശ്നങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് കണ്ണിന്റെ പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മള് ഇപ്പം പരസ്പര പ്രേമാഞ്ജനം എഴുതും ചക്ഷുസില്ലാഞ്ഞാൽ, ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് കണ്ണില്ലെങ്കിൽ പരസ്പരം നല്ല സ്നേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, പക്ഷെ കണ്ണ് എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പൊ അതിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനത്തിന് മുന്നോട്ടിറങ്ങുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരേണ്ടതാണ്. അപ്പൊ ഒപ്പം തന്നെ ഞങ്ങൾ അടുത്തൊരു ഇതായിട്ട് നമ്മുടെ ബ്ലഡ് രക്തപരിശോധന ക്യാമ്പും മറ്റെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ജനങ്ങളുടെ യുവ സ്വയം സഹായ സംഘത്തിന്റെ എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിത് ഇന്നത്തെ ക്യാമ്പ് നടത്തുകയാണ്. സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണെന്ന് നമ്മളിവിടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് കണ്ണിനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. അതെപ്പോഴും നമ്മുടെ പല കവിഹൃദയങ്ങളും പാടിയിരിക്കുന്നത് കണ്ണിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ കണ്ണ് അത്രയും വിലപ്പെട്ടതായതുകൊണ്ടാണ് നമുക്കൊരു ചെറിയൊരു കണ്ണിൽ എന്തെങ്കിലും ഒരു തരി പോയാൽ തന്നെ അത് കണ്ണിന് നമുക്കത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട തിമിരം
പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നരയ്ക്കുന്നത് പോലെ നമ്മുടെ കണ്ണിൽ വരുന്ന ഒരു തരം നരയാണത്. അത് ചികിത്സിച്ച മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അതൊരു ചെറിയ സർജറിയിലൂടെ ആ ലെൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ്. ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് യുവ സ്വയം സഹായ സംഘത്തിന് എല്ലാവിധ ആശംസകളും തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ന്യൂസുകൾ ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.